നികുതി വെട്ടിപ്പാരോപിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് കേന്ദ്ര GST ഇന്റലിജൻസിന്റെ നോട്ടീസ്. ചാരിറ്റബിൾ സംഘടന എന്ന പേര് നിലനിർത്താൻ ഷെൽ കമ്പനികൾ രൂപീകരിച്ചു എന്നാണ് ആരോപണം. രാധാകൃഷ്ണൻ നൽകും ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. രാധാകൃഷ്ണൻ, എന്താണ് ഇത്തരത്തിലൊരു പുതിയ ആരോപണം വന്നിരിക്കുന്നത് IMAക്കെതിരെ? ഇതിൽ എന്ത് വിശദീകരണമാണ് നൽകുന്നത്? നേരത്തെ തന്നെ GSTയുടെ ഇന്റലിജൻസ് വിഭാഗം ഈ IMA നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് GST വെട്ടിപ്പ് ആണ് എന്ന് കണ്ടെത്തിയിരുന്നു. കേരള ഘടകം മാത്രം ഏതാണ്ട് 50 കോടിയോളം രൂപയുടെ GST വെട്ടിപ്പ് നടത്തി എന്നുള്ള നിഗമനമാണ് ഈ GST ഇന്റലിജൻസ് കണ്ടെത്തിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. ഇതിന് തുടർച്ചയായിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ GST വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടന എന്ന രീതിയിൽ IMA പ്രവർത്തിച്ച് GST അടയ്ക്കാനുള്ളത് അത് ഒടുക്കാതെ പോവുകയാണ് ചെയ്ത് വന്നിരുന്നത്. ഇതിന് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ GST വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അവർ പറയുന്നത് ഈ ഡോക്ടർമാരുടെ പക്കൽ നിന്നടക്കം ഇൻഷുറൻസ്, ഒപ്പം ഗൃഹനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഘട്ടത്തിൽ GST ഇതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഡോക്ടർമാരിൽ നിന്നും കൈപ്പറ്റുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനമല്ല. വീട് നിർമ്മാണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള ക്ഷേമ പദ്ധതികളോ, ഡോക്ടർമാരുടെ ക്ഷേമ പദ്ധതികളോ അതൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പരിധിയിൽ വരില്ല. ഇത് മറയ്ക്കാനായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഷെൽ കമ്പനികൾ രൂപീകരിച്ച് അതിന്റെ പേരിലാണ് ഈ ഇടപാടുകൾ നടത്തുന്നത് എന്നതുൾപ്പെടെയുള്ള ആരോപണമാണ് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടർമാരുടെ സംഘടന ആയിട്ടുള്ള IMAയ്ക്ക് നേരെ GST വകുപ്പ് ഉന്നയിച്ചിരിക്കുന്നത്. കേന്ദ്ര GST ഇന്റലിജൻസ് ആണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ചാരിറ്റബിൾ സംഘടന എന്ന പേര് നിലനിർത്താൻ ഷെൽ കമ്പനികൾ IMA രൂപീകരിച്ചു എന്നാണ് അവർക്കെതിരെയുള്ള ഗുരുതരമായ ആരോപണം. രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.